ഭൂമിശാസ്ത്രപരമായ അതിരുകളെ സ്നേഹം കൊണ്ട് മായ്ച്ചുകളെന്ന കേരളത്തിന്റെ മകൾ ദുരിതമനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു നിമിഷം പോലും വൈകാതെ സ്വന്തം കടമ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച ശ്രീരശ്മി ഫലസ്തീൻ പ്രത്യേകിച്ചും ഗാസയും നേരിടുന്ന ദുരന്തങ്ങൾ വാക്കുകൾക്ക് അതീതമാ. ഭക്ഷണവും മരുന്നും വൈദ്യുതികളും മുടങ്ങുന്നതിനുമപ്പുറം ഒരു ജനതയ്ക്ക് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ശുദ്ധജലം പോലും കിട്ടാക്കനിയായ ഒരു ഘട്ടം. ഗാസയിലെ ജലവിതരണ പൈപ്പുകൾ തകർന്നു, കിണറുകളിലെ വെള്ളം മലിനമായി, കുട്ടികൾ വയറുവേദനയും ത്വക്ക് രോഗങ്ങളുമായി ദുരിതത്തിലായി. ഈ മനുഷ്യന്റെ ദുരിതത്തിൽ നിന്ന് കണ്ണെടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച ഒരു വ്യക്തിയുണ്ടായിരുന്നു അങ്ങകലെ കൊച്ചിയിലെ കേരളത്തിലെ. അതാണ് പ്രിയമുള്ളവരെ ശ്രീരശ്മി. അവർ ഒരു നയനതന്ത്രജ്ഞയോ വൻകിട വ്യവസായിയോ ആയിരുന്നില്ല. സ്വന്തമായി ഒരു പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഒരു സാധാരണക്കാരിയായിരുന്നു ശ്രീരശ്മി. എന്നാൽ അവരുടെ മനസ്സ് മാനവികതയുടെ അതിർത്തികൾ താണ്ടിയിരുന്നു. തന്റെ കൂട്ടായ്മയിലെ സുഹൃത്തുക്കളുടെയും ലോകമെമ്പാടുമുള്ള സുമനസ്സുകളുടെയും സഹായം തേടി അവർ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ആർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ആ ദൗത്യം ഗാസയിലേക്ക് കുടിവെള്ളം എത്തിക്കുക. പണത്തേക്കാൾ വലിയ വെല്ലുവിളി യുദ്ധം നടക്കുന്ന ഒരിടത്തേക്ക് ഈ വെള്ളം എങ്ങനെ എത്തിക്കും എന്നതായിരുന്നു. എന്നാൽ ആത്മാർത്ഥമായ ലക്ഷ്യത്തിനു മുന്നിൽ തടസ്സങ്ങൾ വഴിമാറി അവസാനം 250ഓളം ഫലസ്തീൻ കുടുംബങ്ങൾക്ക് വേണ്ടി 3000 ലിറ്റർ കുടിവെള്ളം നിറച്ച ഒരു ടാങ്കർ ലോറി ഗാസയിലേക്ക് എത്തി. സുഹൃത്തുക്കളെ, അത് വെറും ഒരു ടാങ്കർ ലോറിയായിരുന്നില്ല. അത് കേരളത്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് നീട്ടിയ സ്നേഹത്തിന്റെ കരമായിരുന്നു. തങ്ങളെ ഓർക്കാൻ ദാഹം മാറ്റാൻ ദൂരം ഒരു നാട്ടിൽ ഒരു രശ്മിയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആ ഫലസ്തീൻ ജനതയുടെ കണ്ണുകൾ നിറഞ്ഞതിന്റെ വീഡിയോ നമ്മൾ കണ്ടവരാ. ഒരു കഷ്ണം കാർബോർഡിൽ എഴുതിയ അവരുടെ വാക്കുകൾ എത്ര മനോഹരമാ. കേരളത്തിൽ നിന്നുള്ള ശ്രീരശ്മിക്കും കൂട്ടുകാർക്കും നന്ദി. ദുരിതമനുഭവിക്കുന്നവരുടെ ചുണ്ടിലെ ആ നേരത്തെ ചിരിയാണ് പ്രിയമുള്ളവരെ ശ്രീരശ്മിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. അല്ലാഹുവേ ഫലസ്തീനിലെ ജനങ്ങൾക്ക് നീ ശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്.